Hey, this is me, Casac Benjali. സക്സസ് ആവണം, സെയിൽസിൽ സക്സസ് ആവണം. നിങ്ങൾ ഡയറക്റ്റ് മാർക്കറ്റിങ്ങിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്, അല്ലെങ്കിൽ നിങ്ങളൊരു സെൽഫ് എംപ്ലോയി ആണ്, ഒരു ഓൺട്രപ്രണറാണ്, ബിസിനസ്മാൻ ആണ്. നിങ്ങളുടെ ബിസിനസ്സിലും സെയിൽസിലും സക്സസ് ആവണം എങ്കിൽ നിങ്ങൾ ഞാനിപ്പോൾ പറയാൻ പോകുന്ന 8 പോയിന്റുകൾ, 8 സ്ട്രാറ്റജികൾ ഫോളോ ചെയ്യാൻ, നിങ്ങളുടെ ലൈഫിൽ ഫോളോ ചെയ്യാൻ തയ്യാറാണെങ്കിൽ, നിങ്ങൾ സെയിൽസിലാണെങ്കിലും നിങ്ങളുടെ ബിസിനസ്സിലാണെങ്കിലും നിങ്ങളുടെ ലൈഫിൻ്റെ എനി വാക്ക് ഓഫ് ലൈഫ്, നിങ്ങൾ എവിടെയാണെങ്കിലും ശരി, നിങ്ങൾ സക്സസ് ആയിരിക്കും. സോ അതിന് 8 കാര്യങ്ങളാണ് വളരെ പെട്ടെന്ന് ഞാൻ പറഞ്ഞു പോകുന്നത്. നമ്പർ 1, ക്രിയേറ്റിംഗ് എ സക്സസ് മൈൻഡ് സെറ്റ്. ഒരു സെയിൽസ്മാനോ ബിസിനസ്മാൻ ആദ്യം ബിൽഡ് ചെയ്യേണ്ടത് ബിസിനസ്സിൻ്റെ സ്ട്രാറ്റജി മറ്റൊന്നുമല്ല, എനിക്ക് വിജയിക്കണം, വിജയിക്കാൻ കഴിയും, ഞാൻ വിജയിക്കാൻ അർഹനാണ് എന്നുള്ള വലിയ പിക്ചറൈസ്ഡായ വലിയ വിഷനുള്ള ഒരു മൈൻഡ് സെറ്റാണ്. അതായത് 100 രൂപയുടെ പ്രോഡക്റ്റ് 10 രൂപയ്ക്ക് വിൽക്കുന്ന ഒരാളും 10 കോടി കമ്മീഷൻ വിൽക്കുന്ന ആളും തമ്മിൽ ഒത്തിരി ഡിഫറൻസ് ഉണ്ട്. രണ്ടുപേരും സെയിൽസ്മാൻമാർ തന്നെയാണ്, രണ്ടുപേരും ബിസിനസ്സുകാർ തന്നെയാണ്. പക്ഷേ ആ 100 കോടി ചൂസ് ചെയ്ത് 10 കോടി ലാഭം എടുക്കാൻ കാണിക്കുന്ന ധൈര്യം എന്ന് പറയുന്നത് അയാളുടെ മനസ്സിനകത്ത് അയാൾ ഹോൾഡ് ചെയ്യുന്ന വിഷൻ്റെ സൈസാണ്. സോ വലിയ വിഷൻ്റെ സൈസുള്ള ഒരു സക്സസ് മൈൻഡ് സെറ്റ് നിങ്ങൾ ആദ്യം ക്രിയേറ്റ് ചെയ്യുക. ദാറ്റ് ഇസ് എ നമ്പർ 1 സ്റ്റെപ്പ്. നമ്പർ 2, സെലക്ട് യുവർ ഡെയിലി ആക്ടിവിറ്റി വൈസ്ലി. സക്സസ് ആകുന്നതിന് മൈൻഡ് സെറ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഡെയിലി ആക്ടിവിറ്റി നമ്മൾ എന്താണ് ചെയ്യുന്നത്? ബാക്കിയുള്ള സമയം നമ്മൾ കൂട്ടുകാരുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യുന്നു, മൊബൈൽ ഫോണിൽ സമയം സ്പെൻഡ് ചെയ്യുന്നു, ഇൻസ്റ്റാഗ്രാമിൽ സമയം സ്പെൻഡ് ചെയ്യുന്നു, ആവശ്യമില്ലാത്ത വീഡിയോസ്, റീൽസുകൾ, അതുപോലെ തന്നെ പോൺ സൈറ്റുകൾ, മറ്റ് ബാഡ് ഹാബിറ്റ്സ് ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നുവെങ്കിൽ നമ്മൾ ഒരിക്കലും സക്സസ് ആവില്ല. അപ്പോൾ നമ്മളെ വിജയിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ഹാബിറ്റുകൾ എന്തൊക്കെയാണ്? എനിക്ക് ആദ്യം ഒരുപാട് സമയം വീട്ടിൽ പുറത്ത് അല്ലെങ്കിൽ പീഡികത്തിണ്ണയിലിരിക്കുന്ന പരിപാടി, ശീലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ലൈഫിനകത്തൊരു പർപ്പസ് ഡിഫൈൻ ചെയ്തു. വലിയ ലക്ഷ്യം ബിൽഡ് ചെയ്തതിന് ശേഷം ഞാൻ കാണേണ്ട ആളുകളുടെ അടുത്ത് മാത്രം സമയം സ്പെൻഡ് ചെയ്യും, ഞാൻ മീറ്റ് ചെയ്യേണ്ട ആളുകൾ മാത്രം മീറ്റ് ചെയ്യും, ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രം ചെയ്യും, ഞാൻ പഠിക്കേണ്ടത് മാത്രം പഠിക്കും എന്ന രീതിയിലേക്ക് വന്നപ്പോൾ 2-3 വർഷം കൊണ്ട് സക്സസ് അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള റിസൾട്ട് ചേഞ്ച് വന്നു. സോ മൈൻഡ് സെറ്റാക്കി കഴിഞ്ഞാൽ, സക്സസ്സിന് വേണ്ടിയിട്ട് മൈൻഡ് സെറ്റ് റെഡിയാക്കി കഴിഞ്ഞാൽ, രണ്ടാമത്തെ കാര്യം, ഓരോ ദിവസവും ചെയ്യേണ്ട കാര്യങ്ങളിൽ ചെയ്യാൻ പാടില്ലാത്ത, നമുക്ക് പ്രത്യേകിച്ച് വലിയ റിസൾട്ടുകളൊന്നും തരാത്ത സാധനങ്ങളെ അല്ലെങ്കിൽ വെറുതെ സമയം കളയുന്ന കാര്യങ്ങൾ മുഴുവൻ ഒഴിവാക്കിയിട്ട് വലിയ റിസൾട്ട് തരുന്ന കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ ലിസ്റ്റിനകത്തേക്ക് കൊണ്ടുവന്ന് വായന, എക്സസൈസ് ചെയ്യുക, നല്ല സക്സസ്ഫുൾ ആയ ആളുകളുമായിട്ടുള്ള ഇൻറ്ററാക്ഷൻ, ഓൺലൈൻ കോഴ്സ്, അതുപോലെ തന്നെ വ്യത്യസ്തമായ ട്രെയിനിങ് പ്രോഗ്രാംസുകൾ, പഠനങ്ങൾ, നമ്മുടെ കസ്റ്റമറെ കാണൽ, വോള്യൂം കൂട്ടൽ, കൂടുതൽ കസ്റ്റമറെ കാണൽ, സംസാരിക്കാൻ പഠിക്കൽ, കമ്മ്യൂണിക്കേഷൻ സ്കില്ല് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മുടെ ഡെയിലി ഹാബിറ്റിനകത്തേക്ക് കൊണ്ടുവന്നിട്ട് നമ്മുടെ ഡെയിലി ഹാബിറ്റ് ഒരു റിച്ച് ഹാബിറ്റ് പാറ്റേണിലേക്ക് കൊണ്ടുവരിക. ആൻഡ് നമ്പർ 3, ഡു നോട്ട് ബ്ലെയിം എനിബഡി. നിങ്ങളുടെ ജീവിതത്തിൽ പല സാഹചര്യങ്ങൾ വരും. നിങ്ങളുടെ ജീവിതത്തിൽ ദാരിദ്ര്യം വരും, കടങ്ങൾ വരും, പ്രശ്നങ്ങൾ വരും, പരാജയങ്ങൾ വരും. അതൊന്നും ഒരാളെ കൊണ്ട് മാത്രം ഉണ്ടാകുന്നതല്ല. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നേരിടുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം, നിങ്ങൾ വിജയിക്കുന്നില്ലെങ്കിൽ, നിങ്ങൾ പരാജയപ്പെടുകയാണെങ്കിൽ, നിങ്ങൾ സങ്കടപ്പെടുകയാണെങ്കിൽ, നിങ്ങൾക്ക് വലിയ വിജയം നേടാൻ കഴിയുന്നില്ലെങ്കിൽ, നിങ്ങൾക്ക് വലിയ ശമ്പളം നേടാൻ കഴിയുന്നില്ലെങ്കിൽ, അതിൻ്റെ ഒറ്റ ഉത്തരവാദിയുള്ളൂ നിങ്ങൾ മാത്രമാണ്. നിങ്ങളുടെ മൈൻഡ് സെറ്റും നിങ്ങളുടെ ഹാബിറ്റുമാണ് നിങ്ങൾ ഇപ്പോൾ എത്തി നിൽക്കുന്നിടത്തേക്ക് എത്തിച്ചിരിക്കുന്നത്. മാത്രമല്ല, നിങ്ങൾ മറ്റുള്ളവരെ നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് നിങ്ങളുടെ അച്ഛനെ കുറ്റം പറയുന്നു, അമ്മയെ കുറ്റം പറയുന്നു, ദൈവത്തെ കുറ്റം പറയുന്നു, ഗവൺമെൻറ്റിനെ കുറ്റം പറയുന്നു, മറ്റുള്ള ആളുകളെ എല്ലാവരും കുറ്റം പറയുന്നു എങ്കിൽ നിങ്ങൾ ഒരിക്കലും വലിയ സമ്പത്തോ വലിയ വിജയമോ അട്രാക്റ്റ് ചെയ്യില്ല. കാരണം ബ്ലെയിമേഴ്സ് ഓൾവേസ് അട്രാക്ട് ദ സെയിം സിറ്റുവേഷൻ ടു ബ്ലെയിം മോർ. നിങ്ങൾ പരാതി പറയുന്ന ആളുകളെ കണ്ടിട്ടുണ്ടോ? 10 വർഷം മുമ്പ് പരാതി പറഞ്ഞുകൊണ്ടിരുന്ന ആൾ ഇപ്പോഴും കണ്ടു കഴിഞ്ഞാലും അയാൾ ഇപ്പോഴേ പരാതി പറഞ്ഞുകൊണ്ടിരിക്കും. ചിലപ്പോൾ പരാതിയുടെ സ്വഭാവം മാറിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ പരാതിയുടെ പാറ്റേൺ മാറിയിട്ടുണ്ടാവും, പക്ഷെ പരാതി തന്നെ ആയിരിക്കും. സക്സസ്ഫുൾ ആയ ആളുകൾ എപ്പോഴും അവർ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കും. സക്സസ് ആവാത്ത വിഡ്ഢികൾ അല്ലെങ്കിൽ പരാജയപ്പെട്ട ആളുകൾ അവർ റീസണ് തിരഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യും. സോ ഡോണ്ട് ബ്ലെയിം എനിബഡി. നിങ്ങൾ മറ്റുള്ളവരെയോ മറ്റുള്ള സാഹചര്യത്തെയോ പരാതി പറയാതിരിക്കുക, ബ്ലെയിം ചെയ്യാതിരിക്കുക. നിങ്ങളുടെ ലൈഫിലുള്ളതെല്ലാം നല്ലതിനാണ്, അതിൻ്റെ ഉത്തരവാദിത്വം നിങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ ലൈഫ് ഹാബിറ്റ് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൻ്റെ സിറ്റുവേഷൻ മാറും. ഡോണ്ട് ബ്ലെയിം എനിബഡി, ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് യുവർ ലൈഫ്. ആൻഡ് നമ്പർ 4, കിൽ യുവർ ഫെയിലിയർ ബൈ ഡൂയിങ് ബോൾഡ് ആക്ഷൻ. ലൈഫിൽ സക്സസ് ആവണമെങ്കിൽ ചുമ്മാ ചെറിയ ആക്ഷൻ കൊണ്ടൊന്നും കാര്യമില്ല, ചെറിയ കാര്യങ്ങൾ ചെയ്തിട്ടൊന്നും കാര്യമില്ല. വലിയ ഡിസിഷൻ എടുക്കണം, വലിയ തീരുമാനങ്ങൾ എടുക്കണം. വലിയ മാസീവായിട്ടുള്ള ചില തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് വലിയ സക്സസ് ഉണ്ടാക്കാൻ പറ്റൂ. ഞാൻ പുസ്തകം വായിക്കുമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ 1/2 പേജ് വായിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല, മറിച്ച് മാസീവായിട്ടുള്ള
ചേഞ്ചുകളിലൂടെ, മാസീവായിട്ട് നിങ്ങളെ സക്സസ് ആക്കാൻ പറ്റുന്ന വലിയ ആക്ഷനുകൾ എടുക്കുന്നതിലൂടെ, വലിയ തീരുമാനങ്ങൾ എടുക്കുന്നതിലൂടെ. ഞാൻ ഇന്ന കാര്യം ചെയ്യില്ല, ഞാൻ എല്ലാ ദിവസവും ഫിസിക്കൽ ഫിറ്റ്നസ് ചെയ്യും, ഞാൻ എല്ലാ ദിവസവും പുസ്തകം വായിച്ചിരിക്കും, ഞാൻ എല്ലാ ദിവസവും പഠിച്ചിരിക്കും, എല്ലാ ദിവസവും 1 മണിക്കൂറെങ്കിലും എൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി ഞാൻ സ്പെൻഡ് ചെയ്തിരിക്കും, ഞാൻ കസ്റ്റമറോട് എങ്ങനെയാണ് പ്രോഡക്റ്റ് പ്രസൻറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് പ്രോഡക്റ്റ് പ്രസൻറ്റേഷൻ പഠിക്കേണ്ടത്, എങ്ങനെയാണ് ബിസിനസ് പഠിക്കേണ്ടത്, ഇത് ഞാൻ പഠിച്ചിരിക്കും, 1 മാസം കൊണ്ട് ഞാൻ ലേൺ ചെയ്തിരിക്കും. നോ കോംപ്രമൈസ് എന്ന് പറഞ്ഞുകൊണ്ട് വലിയ ഡിസിഷൻ എടുക്കാൻ നിങ്ങൾക്ക് പറ്റുന്നെങ്കിൽ മാത്രമാണ് യുവർ ലൈഫ് വിൽ സ്റ്റാർട്ട് ചേഞ്ച്. മാറുക തന്നെ ചെയ്യും. പക്ഷേ നിങ്ങൾ അതിന് വേണ്ടിയുള്ള കറേജ്, ആ ഡിസിഷൻ, സ്ട്രോങ് ആക്ഷനിലൂടെ വരാനിരിക്കുന്ന പരാജയത്തെ കൊല്ലാൻ നിങ്ങൾക്ക് പറ്റണം. പരാജയത്തെ കീഴ്പ്പെടുത്താൻ ഒറ്റ മാർഗ്ഗമുള്ളൂ, ബോൾഡായിട്ടുള്ള സക്സസ്സിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ബോൾഡ് ആക്ഷന് മാത്രമേ സാധിക്കുള്ളൂ. സോ ടേക്ക് ബോൾഡ് ആക്ഷൻ ടു കിൽ യുവർ ഫെയിലിയർ. മേക്ക് എ ക്ലിയർ വിഷൻ. നിങ്ങൾ ജീവിതത്തിൽ എവിടെയാണ് എത്തിച്ചേരാൻ പോകുന്നത് എന്നതിൻ്റെ വ്യക്തമായ ക്ലാരിറ്റി ഉണ്ടാവണം. നിങ്ങൾക്കൊരു പക്ഷേ 20 വയസ്സായിരിക്കും, 30 വയസ്സായിരിക്കും, നിങ്ങൾ ബിസിനസ് ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങൾ സെയിൽസിലാണ് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മേഖലയിലാണ് വർക്ക് ചെയ്യുന്നത്. ദാറ്റ്സ് ഓക്കെ. പക്ഷേ നിങ്ങൾ അടുത്ത വർഷം എവിടെയാണ് എത്തിച്ചേരാൻ പോകുന്നത്, അടുത്ത മാസത്തിൽ നിങ്ങൾ എവിടെയാണ് എത്തിച്ചേരാൻ പോകുന്നത്, അടുത്ത 10 വർഷം കഴിയുമ്പോൾ നിങ്ങളുടെ ബിസിനസ് എങ്ങനെയായിരിക്കും, നിങ്ങളുടെ ലൈഫ് എങ്ങനെയായിരിക്കും? ഡു യു ഹാവ് എനി ക്ലാരിറ്റി ഓൺ ദാറ്റ്? സോ മേക്ക് എ ക്ലിയർ വിഷൻ. നിങ്ങൾ 10 വർഷമോ 20 വർഷം കഴിയുമ്പോൾ, അല്ലെങ്കിൽ 50 വർഷം കഴിയുമ്പോൾ നിങ്ങൾ എന്ത് വാല്യൂ ആണ് ഈ ലോകത്തിന് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്? 50 വർഷം കഴിയുമ്പോൾ, 50 വയസ്സ് കഴിയുമ്പോൾ നിങ്ങൾ എവിടെയാണ് എത്തിച്ചേരേണ്ടത്? 70ാമത്തെ വയസ്സ് നിങ്ങളുടെ ലൈഫിൻ്റെ വാല്യൂ എവിടെയായിരിക്കും? സോ ഒരു ക്ലാരിറ്റി ഓഫ് വിഷൻ നിങ്ങൾക്കുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അവിടെ എത്തിച്ചേരാൻ പറ്റുള്ളൂ. മൈൻഡിന് രാവിലെ എഴുന്നേൽക്കുമ്പോഴും യെസ് ഐ വാണ്ട് ടു ഡു ദിസ്, ഐ വാണ്ട് ടു ഡു ദിസ് എന്ന് പറയണമെങ്കിൽ നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു വിഷൻ നിങ്ങൾക്ക് ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. വലിയ വിഷൻ ആണെങ്കിൽ അതിനനുസരിച്ച് ലൈഫിൻ്റെ ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് ഡിഫറൻസ് ഉണ്ടാവും, നിങ്ങളുടെ ആക്ഷനിൽ ഡിഫറൻസ് ഉണ്ടാവും, നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന സർക്കിളിൽ ഡിഫറൻസ് ഉണ്ടാവും, നിങ്ങൾ വായിക്കുന്ന പുസ്തകങ്ങൾ മാറും, നിങ്ങൾ സമയം സ്പെൻഡ് ചെയ്യുന്ന രീതി മാറും. സോ വിഷൻ വിൽ ഓൾവേസ് ഇൻഫ്ലുവൻസ് അവർ ഡെയിലി ആക്ഷൻ. യു ഷുഡ് ഹാവ് എ ക്ലിയർ ബിഗ് വിഷൻ. ആൻഡ് നമ്പർ 6, വിഷൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഗോൾസ് ആണ് വേണ്ടത്. യെസ്, അടുത്തൊരു വർഷം നമ്മൾ ആ വിഷനിലേക്ക് എത്താൻ വേണ്ടി എന്ത് ചെയ്യാൻ പോകും? അടുത്ത 1 മാസം നമ്മൾ അച്ചീവ് ചെയ്യാൻ പോകുന്ന ഗോൾസ് എന്താണ്? അടുത്ത 3 വർഷത്തിനുള്ളിൽ നമ്മൾ എന്തൊക്കെയാണ് നേടാൻ പോകുന്നത്, നമ്മൾ എന്തൊക്കെ ചെയ്യാൻ പോകുന്നു? അത് നമ്മൾ ആ വലിയ വിഷൻ, അതൊരു പക്ഷേ വിഷൻ എന്ന് പറയുന്നത് ഒരു 10 വർഷം 20 വർഷം കഴിഞ്ഞിട്ടുള്ള ലൈഫിനെ കുറിച്ചാണ് നമ്മളൊരു വലിയ വിഷൻ സെറ്റ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഷോർട്ട് ടൈമിലേക്ക് നമുക്ക് വ്യക്തമായിട്ടുള്ള ഗോൾ വേണം. 1 വർഷം 2 വർഷം 3 വർഷത്തേക്കുള്ള കൃത്യമായിട്ടുള്ള ഗോൾ വേണം. സോ അത് നേടാം, അത് എഴുതി വെക്കണം. ഇതാണ് ഞാൻ നേടാൻ പോകുന്ന ഗോൾ, അതിൽ ഞാൻ നേടാൻ പോകുന്ന ടൈം ഇതാണ്, December 31st 2023, 2025, 2026 ഞാൻ നേടാൻ പോകുന്ന ഇതാണ് എന്നുള്ളത് കൃത്യമായിട്ട് എഴുതി വെക്കുന്ന ഗോൾ നിങ്ങൾ ഡിഫൈൻ ചെയ്ത് വെക്കുക. പിന്നെയോ 7, ക്രിയേറ്റ് എ സക്സസ് സ്ട്രാറ്റജി. ഗോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് എങ്ങനെ എത്തിച്ചേരും എന്നുള്ളതാണ് സ്ട്രാറ്റജി. അതെങ്ങനെ എത്തിച്ചേരും, അതിനുവേണ്ടി ഡെയിലി എന്ത് ചെയ്യണം, അതിനുവേണ്ടി ആഴ്ചയിൽ എന്ത് ചെയ്യണം, അതിനുവേണ്ടി ഓരോ ദിവസവും ഞാൻ ചെയ്യേണ്ട ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്? രാവിലെ 6 മുതൽ 8 മണി വരെ ഞാൻ എന്ത് ചെയ്യണം? രാവിലെ 10 മുതൽ 12 വരെ ഞാൻ എന്ത് ചെയ്യണം? എത്ര കസ്റ്റമറെയാണ് ഞാൻ കാണേണ്ടത്? ഏത് രീതിയിലാണ് ഞാൻ വിൽക്കേണ്ടത്? ഏത് റേഞ്ചുള്ള പ്രോഡക്റ്റാണ് ഞാൻ ഇപ്പോൾ വിറ്റുകൊണ്ടിരിക്കുന്നത്? ഇനി ഞാൻ ഏത് റേഞ്ചുള്ള പ്രോഡക്റ്റിലേക്കാണ് മാറേണ്ടത്? എത്ര മാർജിനാണ് എനിക്ക് വേണ്ടത്? എത്ര കമ്മീഷൻ വേണം? തുടങ്ങിയ കാര്യത്തെക്കുറിച്ച് നമ്മുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയുള്ള കൃത്യമായുള്ള സ്ട്രാറ്റജിക് പ്ലാനിങ് നമ്മൾ തയ്യാറാക്കണം. അത് നമ്മൾ തന്നെ തയ്യാറാക്കണം. ആൻഡ് ദ ലാസ്റ്റ് വൺ, റിമൂവ് ദ നെഗറ്റീവ് ബാഗേജ്. Remove the negative baggage from the past. 8ാമത്തത്, remove the negative baggage from the past. ഇതെല്ലാം സെറ്റായി കഴിഞ്ഞാൽ പലപ്പോഴും നമ്മളെ പുറകിൽ ഇതൊരു വലിയ നിന്നെ കൊണ്ട് കഴിയില്ല. വലിയ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക, വലിയ വിഷൻ സെറ്റ് ചെയ്തിട്ടുണ്ട്, വലിയ ഗോൾ സെറ്റ് ചെയ്തിട്ടുണ്ട്, മൈൻഡ് സെറ്റ് ഓക്കെയാണ്, നമ്മളങ്ങ് കുതിച്ച് ഓടി നമ്മൾ അതിലേക്ക് എത്താൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് പുറകിൽ നിന്നൊരു വലിയ നമ്മുടെ ഉള്ളിൽ തന്നെ നിന്നെ കൊണ്ട് കഴിയില്ല, വിജയിക്കില്ല, നിനക്ക് പറ്റില്ല, നിന്റെ കുട്ടിക്കാലത്ത് നീ ഇങ്ങനെയാണ്, നീ ദാരിദ്ര്യം പിടിച്ച അച്ഛൻ്റെ മകനാണ്, അമ്മയുടെ മകനാണ്, നിനക്ക് കഴിയില്ല, മുമ്പ് ഒരു കസ്റ്റമറെ കാണാൻ പോയ സമയത്ത് അയാൾ നിന്നെ തെറി വിളിച്ചിട്ടുണ്ട്, അയാൾക്ക് പ്രൊഡക്റ്റ് വിൽക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മളെ അങ്ങ് വരിഞ്ഞ് മുറുക്കുന്ന രീതിയിലുള്ള പല ഡയലോഗുകൾ അടിച്ചുകൊണ്ട് നമ്മളെ അങ്ങ് വലിച്ചു വെക്കാൻ തുടങ്ങും. ഡോണ്ട് ലിസൺ, ഫോർഗെറ്റ് അബൌട്ട് ദാറ്റ്. നിങ്ങളുടെ പാസ്റ്റ് കഴിഞ്ഞിരിക്കുന്നു, പാസ്റ്റിൽ നിങ്ങളും മരിച്ചിരിക്കുന്നു. ഇത് നിങ്ങൾ പുതിയത് ഓരോ നിമിഷവും നിങ്ങളുടെ കോശങ്ങൾ പുതിയ 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 ജന്മമെടുത്ത് നിങ്ങളെ തന്നെ പുതുക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നിങ്ങൾ എന്തിന് പഴയ കാലത്ത് ജീവിക്കണം? ഫോർഗെറ്റ് അബൌട്ട് ദാറ്റ്. ഇന്ന് പുതിയ ദിവസമാണ്, നാളെ ജീവിക്കാൻ പോകുന്ന പുതിയാണ്. ഇന്നാണ് ഫസ്റ്റ് ഡേ. ഇനി ജീവിക്കാൻ പോകുന്ന എല്ലാ ദിവസത്തിൻ്റെയും ഫസ്റ്റ് ഡേ ഇന്നാണ്. നിങ്ങൾ ഇനി ജീവിക്കാൻ പോകുന്ന 10 വർഷമാണെങ്കിൽ ഇന്നാണ് അതിൻ്റെ ഫസ്റ്റ് ഡേ. ഇനി നിങ്ങൾ ജീവിക്കാൻ പോകുന്ന 50 വർഷമാണെങ്കിൽ ഇന്നാണ് ആ ജീവിതത്തിൻ്റെ ഫസ്റ്റ് ഡേ. സോ സെലിബ്രേറ്റ് യുവർ ഫസ്റ്റ് ഡേ. സെലിബ്രേറ്റ് യുവർ ഫസ്റ്റ് ഡേ. ഫോർഗെറ്റ് അബൌട്ട് യുവർ പാസ്റ്റ്. എന്തെങ്കിലും നല്ലതുണ്ടെങ്കിൽ, എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ എടുക്കുക. ഇനി എന്തെങ്കിലും അപകടത്തിൽ നിങ്ങൾ എന്തെങ്കിലും പാഠം പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ പാഠം നിങ്ങൾ പഠിക്കുക. അതിനപ്പുറത്ത് ആ കഴിഞ്ഞ കാലത്ത്, കഴിഞ്ഞ ഓർമ്മകളിൽ, കഴിഞ്ഞ വേദനകളിൽ അവിടെ നിങ്ങൾ ജീവിക്കേണ്ട, ആ വേദനയിൽ നിങ്ങൾ വെന്ത് നീറുകയും വേണ്ട. ഫോർഗെറ്റ് ദാറ്റ് നെഗറ്റീവ് പാസ്റ്റ്. ലുക്ക് അറ്റ് യുവർ വിഷൻ, ലുക്ക് അറ്റ് യുവർ ഗോൾ, ക്രിയേറ്റ് എ മൈൻഡ് സെറ്റ് and run behind the success.
സക്സസിന് വേണ്ടി ഡെയിലി ഹാബിറ്റോട് കൂടിയിട്ട് മുന്നോട്ട് കുതിക്കുക തന്നെ ചെയ്യുക. സെയിൽസിലും ബിസിനസ്സിലും എല്ലാം നമ്മൾ വിജയിക്കുക തന്നെ ചെയ്യും. ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. ഫോളോ ദിസ് 8-step strategy to make you a super successful. സോ ലൈഫിൽ നിങ്ങളുടെ ടീം, നിങ്ങളുടെ സെയിൽസ് ടീമിനെ ഇതുപോലെ സൂപ്പർ സക്സസ്ഫുൾ ആക്കിയിട്ട് വളർത്തിയെടുക്കണം എന്നുള്ള എല്ലാ ബിസിനസ്സുകാരുടെ ആഗ്രഹം. പക്ഷേ ബിസിനസ്സുകാർക്ക് അറിയില്ല എങ്ങനെയാണ് വിജയിപ്പിക്കേണ്ടത്, എങ്ങനെയാണ് സെയിൽസ് ടീമിനെ വളർത്തേണ്ടത്, എങ്ങനെയാണ് സെയിൽസ്മാൻ്റെ ക്ലോസിംഗ് പഠിപ്പിക്കേണ്ടത്, അവനെ എങ്ങനെയാണ് കസ്റ്റമർ ഹാൻഡിൽ ചെയ്യാൻ പഠിപ്പിക്കേണ്ടത്, പ്രൊഡക്റ്റ് പ്രസന്റ് ചെയ്യാൻ എങ്ങനെ പഠിപ്പിക്കണം, സെയിൽസ് എങ്ങനെ ബൂസ്റ്റ് ചെയ്യണമെന്ന് അറിയില്ല. നിങ്ങൾക്കറിയില്ലെങ്കിൽ പ്രശ്നമില്ല, ഞങ്ങളെ വിളിക്കുക. ഞങ്ങൾ കേരളത്തിലെ ഏറ്റവും മികച്ച സെയിൽസ് അക്കാഡമിയാണ്. നിങ്ങളുടെ സെയിൽസ് ടീമിൻ്റെ പ്രശ്നങ്ങൾ സംസാരിക്കുന്നിടത്ത് ക്ലോസിങ്ങിൻ്റെ മൈൻഡ് സെറ്റിൽ എവിടെയാണ് പ്രശ്നം എന്ന് മനസ്സിലാക്കി നിങ്ങൾക്ക് അനുസരിച്ചിട്ടുള്ള ഏറ്റവും മികച്ച കസ്റ്റമൈസ് ചെയ്തുകൊണ്ടുള്ള സെയിൽസ് കോച്ചിങ്ങിലൂടെ നിങ്ങളുടെ സെയിൽസ് ടീമിനെ സൂപ്പർ സക്സസിലേക്ക് എത്താൻ ഞങ്ങൾക്ക് സഹായിക്കാൻ കഴിയും. വി ആർ ദ നമ്പർ 1 സെയിൽസ് അക്കാഡമി ഇൻ കേരള. അതോടൊപ്പം തന്നെ ആസ് എൻ ഓൺട്രപ്രണർ ബിസിനസ്സിൽ 100 ഇരട്ടി വളരാൻ നിങ്ങൾക്ക് കൊണ്ടുപോകണം, വളർച്ചയിലേക്ക് എത്തിക്കാൻ സഹായിക്കണമെന്ന്, വളർച്ചയിൽ എത്തണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ മോർണിംഗ് ബിസിനസ് മെൻറ്ററിംഗ് പ്രോഗ്രാമായിട്ടുള്ള ചാണക്യ പ്രീമിയം ബിസിനസ് കോഴ്സിൽ ജോയിൻ ചെയ്യുക. എല്ലാ ദിവസവും രാവിലെ 6 മുതൽ 8 വരെ നീണ്ടു നിൽക്കുന്ന എക്സ്ക്ലൂസീവായിട്ടുള്ള ബിസിനസ് ക്ലാസ്, ബിസിനസ് കോച്ചിങ്, ബിസിനസ് മെൻറ്ററിംഗ് പ്രോഗ്രാമിലൂടെ നിങ്ങളുടെ ഇന്നുള്ള ബിസിനസ് ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ പ്രോഗ്രാമിലൂടെ റെസിഡൻഷ്യൽ പ്രോഗ്രാം എല്ലാം ഉൾപ്പെടുന്നതാണ് ചാണക്യ പ്രീമിയം ബിസിനസ് കോച്ചിങ്. അപ്പോൾ ഒരു സൂപ്പർ ബിസിനസ് നിങ്ങൾ ആഗ്രഹിക്കുന്നു, നിങ്ങളിൽ ഒരു മികച്ച ബിസിനസ് മാനെ വളർത്തിയെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളെ സൂപ്പർ ബിസിനസ് മാനെ വളർത്തിയെടുക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഏറ്റവും മികച്ച ബിസിനസ് കോഴ്സാണ് ചാണക്യ പ്രീമിയം ബിസിനസ് കോഴ്സ്. സെയിൽസ് ട്രെയിനിങ്ങിനെ കുറിച്ചോ ചാണക്യ പ്രീമിയം ബിസിനസ്സിനെ കുറിച്ചോ കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക, മെസ്സേജ് അയക്കുക. ദിസ് ഈസ് മീ, കസാക് ബെഞ്ചാലി.